ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇത് വെറുതെ സ്വയം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു സാധാരണ വിശകലനമൊന്നുമല്ല. ഇതൊരു യുദ്ധമാണ്. അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നേടാൻ ആവശ്യമായ തീവ്രമായ ഒരു ആന്തരിക പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നിങ്ങളുടെ പഴയ നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കുക. ഇത് പതുക്കെ സംഭവിക്കേണ്ട ഒരു മാറ്റമല്ല. നാളത്തേക്കോ അടുത്ത ആഴ്ചയിലേക്കോ മാറ്റിവെക്കേണ്ട ഒന്നല്ല ഇത്. ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എപ്പോഴും അലാറം സ്നൂസ് ചെയ്യുന്ന, എന്തിനും ഒഴികഴിവ് കണ്ടെത്തുന്ന, വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് വെറുതെ സംസാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരാള്. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ രൂപം, അത് ഇപ്പോൾ ഈ നിമിഷം തന്നെ മരിക്കണം. ഈ കഥയിലെ വില്ലൻ, അത് പുറത്തെവിടെയുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന, എപ്പോഴും സുഖവും അലസതയും മാത്രം ആഗ്രഹിക്കുന്ന, ഏതൊരു മാറ്റത്തെയും പേടിക്കുന്ന നിങ്ങളുടെ ആ പഴയ രൂപം. നിങ്ങളുടെ വളർച്ചയുടെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം അതുതന്നെയാണ്. ഇതൊന്നു നോക്കൂ, ഈ വ്യത്യാസം എത്ര വ്യക്തമാണെന്ന്, അല്ലേ? ഒരു വശത്ത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ പഴയ ശീലങ്ങൾ, മറുവശത്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പുതിയ പ്രവൃത്തികൾ. ഓരോ ദിവസവും നിങ്ങൾ ഈ രണ്ടിലൊന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിനിടയിൽ ഒരു സേഫ് സോൺ ഇല്ല. ഒന്നുകിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കംഫർട്ട് അഥവാ സുഖം ഒരു ലക്ഷ്യമാണെന്നാണ്. പക്ഷെ സത്യത്തിൽ അതൊരു കെണിയാണ്. ഈ സുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു ശവപ്പെട്ടിയാണ്. നിങ്ങൾ എപ്പോഴാണോ സുഖമായിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ പതുക്കെ പതുക്കെ മരിക്കുകയാണ്. ഓർക്കുക, നിങ്ങൾ ജനിച്ചത് സുഖമായിരിക്കാനല്ല, ഉയരങ്ങൾ കീഴടക്കാനാണ്. ഈ വാക്കുകൾ, ഇവ വെറും വാക്കുകളല്ല. നിങ്ങളുടെ പഴയ രൂപത്തെ ജീവനോടെ നിലനിർത്തുന്ന വിഷമാണിത്. തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും വരാത്തൊരു ദിവസമാണ്. എന്നെങ്കിലും എന്നത് സ്വപ്നങ്ങൾ മരിച്ചു വീഴുന്നൊരു സ്ഥലമാണ്. ഈ ഒഴികഴിവുകളെ തിരിച്ചറിയുക, എന്നിട്ട് അവയെ ഒന്നൊന്നായി ഇല്ലാതാക്കുക. അതാണ് ആദ്യത്തെ യുദ്ധം. ശരി, അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? ഇതൊരു സുഖമുള്ള യാത്രയല്ല. ഇതിന് വളരെ വ്യക്തമായ എന്നാൽ കഠിനമായൊരു വിലയുണ്ട്. ആ വിലയാണ് വേദന. ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ. ഈ സ്വയം മെച്ചപ്പെടുത്തൽ എപ്പോഴും സന്തോഷം തരുന്ന പോസിറ്റീവായ ഒരു കാര്യമായിരിക്കുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? ആ ധാരണ തെറ്റാണ്. യഥാർത്ഥ വളർച്ചയുടെ അനുഭവം അത് തികച്ചും മറ്റൊന്നാണ്. ഇതാണ് സത്യം. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നതാണ് വളർച്ച. നിങ്ങളുടെ ശരീരം വിശ്രമിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് വളർച്ച. ഈ വേദനയും ഏകാന്തതയും നിങ്ങൾ ശരിയായ പാതയിലാണെന്നതിന്റെ സൂചനകളാണ്. അതുകൊണ്ട് വേദനയെ പേടിക്കരുത്. അതിനെ പുരോഗതിയുടെ ഒരു അടയാളമായി കാണുക. ഏറ്റവും നിർണായകമായൊരു കാര്യം ഇതാണ്. ഒരുപാട് പേർ ശരിയായ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ പ്രശ്നം സമയമല്ല, തീവ്രതയാണ്. നിങ്ങൾ 1 മണിക്കൂർ വെറുതെ കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തീവ്രതയോടെ ചെയ്യുന്ന 10 മിനിറ്റ്. നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ തീവ്രതയാണ് വേണ്ടത്. ആ തീവ്രതയിലൂടെ നിങ്ങൾ സഹിക്കുന്ന വേദനയും കഷ്ടപ്പാടും വെറുതെയാവില്ല. അത് നിങ്ങളെ വെറുമൊരു പുതിയ വ്യക്തിയാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തീയിൽ വാർത്തെടുത്തതുപോലെ ഒരു പുതിയ സ്വഭാവം തന്നെ രൂപപ്പെടുത്തുകയാണ്. അതെങ്ങനെ പടുത്തുയർത്താമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിൾ ബ്ലൂ പ്രിന്റാണ്. എല്ലാം തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. ആദ്യം മനസ്സിലെ സംശയങ്ങളെയും ആത്മപരിതാപത്തെയും കൊന്നുകളയുക. പിന്നെ അച്ചടക്കത്തിലൂടെ ശരീരം ബലപ്പെടുത്തുക. ആവർത്തനത്തിലൂടെ നല്ല ശീലങ്ങൾ ഉറപ്പിക്കുക. അവസാനം ആ പുതിയ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കും. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ആളുകളുടെ മുന്നിൽ വെച്ചല്ല. ആരും കാണാതെ, ആരും പ്രശംസിക്കാനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിലാണ് നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ആ അധിക ജോലിയിലാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാവില്ല. നീ ഒരുപാട് മാറിപ്പോയി എന്നവർ പറഞ്ഞെന്നിരിക്കും. അത് കേട്ട് വിഷമിക്കരുത്. അതൊരു അഭിനന്ദനമായി എടുക്കുക. കാരണം നിങ്ങൾ മാറുക എന്നത് തന്നെയായിരുന്നല്ലോ ലക്ഷ്യം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു തവണ സംഭവിച്ചു തീരുന്ന ഒന്നല്ല. ഇതൊരു ഡെസ്റ്റിനേഷനല്ല, മറിച്ച് ഒരു ജീവിത രീതിയാണ്. ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു ദൈനംദിന യുദ്ധമാണ്. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് കരുതി വിശ്രമിക്കാൻ ഒരു നിമിഷം പോലുമില്ല. ആ പഴയ ദുർബലനായ നിങ്ങൾ പൂർണ്ണമായി മരിക്കുന്നില്ല. അതെപ്പോഴും ഒളിച്ചിരിക്കും. നിങ്ങളൊരൽപ്പം അലസത കാണിച്ചാൽ അത് തിരികെ വരാൻ ശ്രമിക്കും.
അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ രാവിലെയും നിങ്ങൾ ആ പഴയ വ്യക്തിത്വത്തെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തണം. ഇന്നലത്തെ വിജയം ഇന്നത്തെ യുദ്ധത്തിന് മതിയാവില്ല. ഓരോ തിരഞ്ഞെടുപ്പും അതെത്ര ചെറുതാണെങ്കിലും അതൊരു വോട്ടാണ്. നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അത് പുതിയ നിങ്ങൾക്കുള്ളൊരു വോട്ടാണ്. നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് പഴയ നിങ്ങൾക്കുള്ള വോട്ടാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ഈ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ വോട്ടുകളാണ്. നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ആരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കും. നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവായി മാറും. വാക്കുകളല്ല, ജീവിതമാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ചോദ്യമിതാണ്: നിങ്ങൾ എല്ലാ ഒഴികഴിവുകളും വലിച്ചെറിഞ്ഞു, വേദനയെ പുൽകി ഒരു പുതിയ വ്യക്തിയായി മാറി. ഇനിയെന്ത്? ഈ പുതിയ ശക്തിയും അച്ചടക്കവും ഉപയോഗിച്ച് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. പ്രവൃത്തി നിങ്ങളുടേതാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു.